പിന്നെ ഇത് ഡെത്ത് അഞ്ചുപേരുടെ ഡെത്ത് കൺഫേം ആണ്. ബാക്കി ഒരാൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. എന്തെങ്കിലും പറഞ്ഞോ പ്രതി എന്താണ് കാരണം? ഇല്ല, അത് ചോദ്യം ചെയ്ത് വരുന്നതേ ഉള്ളൂ. നേരിട്ടെത്തി പറയായിരുന്നു താൻ ഇത്തരത്തിൽ 6 പേരെ കൊന്നു. അതെ അതെ സാർ ഇപ്പൊ ഉള്ളിൽ പരിശോധിച്ചിട്ട് എന്തെങ്കിലും തെളിവുകൾ എന്തെങ്കിലും കിട്ടുന്നില്ല? എങ്ങനെയാണ് കൃത്യം നടന്നിരിക്കാൻ സാധ്യത? സയന്റിഫിക് അസിസ്റ്റന്റ് ഒക്കെ വന്ന് പരിശോധിക്കും. വ്യക്തി തന്നെയാണ് കൊന്നിരിക്കുന്നത്. അല്ലേ, ഹാമറാണേ. നേരിട്ടെത്തി വന്ന് പറഞ്ഞപ്പോ അതെ അതെ ആമറടിച്ച് എസ് കെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ നെടുമങ്ങാട് CI ആണ് നമ്മളോട് സംസാരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അത് ഇപ്രകാരമാണ്. അതായത് ഇന്ന് ഉച്ചയോടുകൂടി അനിയനെ ഈ അഫ്നാൻ നേരെ അനിയനെ കൊണ്ടുപോയി ഭക്ഷണമെല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കൊടുത്തു. അതിനുശേഷം തിരികെ വീട്ടിലെത്തുന്നു. വീട്ടിലെത്തിയ ശേഷം എന്താണ് ചേട്ടൻ കണ്ടായിരുന്നോ ഇന്ന് ഉച്ചയ്ക്ക്? ഉച്ചയ്ക്കൊന്നും കണ്ടില്ല. വൈകുന്നേരം പോലീസ് വന്നപ്പോഴാണ് നമ്മൾ വന്നത്. പോലീസ് വന്നപ്പോഴാണ് ചേട്ടൻ ഇവിടെ എത്തിയത്. പോലീസാണ് നേരിട്ട് ആദ്യം വരുന്നത്. അപ്പൊ എന്തായിരുന്നു വീട്ടുകാരുടെ അവസ്ഥ? വലിയ ക്രൂരമായ ഇവിടെ അത്രയും അടച്ചേക്കായിരുന്നു. ഇവിടെ ഗ്യാസിന്റെ സ്മെല്ല് മാത്രമേ ഉണ്ടായിരുന്നു. ഈ ഗ്യാസ് നമ്മുടെ പാചകവാതക സിലിണ്ടർ തുറന്നിട്ടാണ് പോയത്. വരുന്നവരും അപകടത്തിൽപ്പെടട്ടെ എന്ന് പോലീസ് ഗേറ്റടച്ചു. ഗേറ്റടച്ച് നമ്മളെ അപ്പം 3-4 പേരാണ് നമ്മൾ വന്നത്. പറഞ്ഞു ഇവിടെ കയറണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആണ് അതിലേ പോയി അവർ ജനൽ അടിച്ചു പൊടിച്ചു പോയി. അപ്പോൾ ഒരു ചെറിയ അനക്കം കണ്ടു. പിന്നെയാണ് നമ്മളവിടെ കയറി ചവിട്ടി പൊളിച്ച് അകത്ത് കയറിയതും ഓരോരുത്തരും. പോലീസ് വിളിച്ചിട്ടാണോ നിങ്ങളും? നമ്മൾ അകത്ത് കയറ്റിയില്ല, എല്ലാവരും വെളിയിൽ നിർത്തിയോളൂ. നമ്മൾ 2-3 പേരുണ്ടായിരുന്നു. പ്രതിയൊക്കെ അസ്നാനൊക്കെ അറിയാം. ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എന്തെങ്കിലും അങ്ങനെ നല്ല മുതലേ നിങ്ങൾ ഇവിടെ ജനിച്ചു വളർന്ന? അതെ. വീട്ടുകാരും കുടുംബക്കാരുമായിട്ടൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വിഷയമൊന്നുമില്ല. ഇല്ല. ചേട്ടൻ എന്താ കൂടുതൽ അറിയാവുന്നത്? ഞങ്ങൾ കാണുന്നതല്ലേ, സ്ഥിരം കാണുന്ന വ്യക്തികളല്ലേ, അതുകൊണ്ട് ഈ ഒരു വാർത്ത കേട്ടപ്പോ ഞങ്ങൾ ചെട്ടിപ്പോകണത്. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം നടക്കേണ്ടതല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ ഇത് എന്ത് സംഭവിച്ചോ എന്നുള്ളത് ഇതിന്റെ പിന്നിൽ നമുക്കറിയില്ല. അതായത് SKN ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമുക്ക് ഇത് നടന്ന കാര്യമല്ലേ പറയണത്. ഞങ്ങളെല്ലാം എപ്പോഴും ഈ പെൺകുട്ടി എവിടെ നിന്ന് വന്നെന്ന് പെൺകുട്ടി 3-4 ദിവസമായി ഇവിടെ ഉണ്ട് എന്നാണ്. ഇല്ല ഞങ്ങൾ അങ്ങനെയെങ്കിൽ പിന്നെ ഇവിടെയുള്ള ആരെങ്കിലും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ കട നടത്തുന്ന ആൾക്കാർ ഞങ്ങൾ അറിയേണ്ടി വരുമല്ലോ. ഉണ്ടല്ലോ, അക്കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ഇപ്രകാരമാണ് മനസ്സിലാക്കുന്നത്. അതായത്